ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗേറ്റ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തുണ്ട് വിശേഷം? സോ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പതിവ് തന്നെ ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ഗ്ലോബൽ മാർക്കറ്റിൽ അനലൈസ് ചെയ്യുമ്പോൾ S&P 500 നാസ്ഡാക്കിൻ്റെ ക്ലോസിംഗ് പോസിറ്റീവിലാണോ ഉണ്ടായിരിക്കുന്നത്. നാസ്ഡാക്ക് 1% അപ്പാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ നിലവിൽ 70 പോയിന്റ് സബ്സൈഡാണ് ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സ് നമ്മൾ ചെക്ക് ചെയ്യാം. യൂറോപ്യൻ മാർക്കറ്റ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് നെഗറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു FTSEയും CACയും തന്നത്. DAX അത്യാവശ്യം പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റിയാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഗിഫ്റ്റ് നിഫ്റ്റി നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 82 പോയിന്റ് സബ്സൈഡിൽ ട്രേഡ് ചെയ്യുകയാണ്. സോ ഈ ഒരു സ്റ്റേറ്റ് നിലനിർത്തുകയാണെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൻ്റെ പോസിബിലിറ്റിയാണ് ഇന്ത്യൻ മാർക്കറ്റ് നിലനിൽക്കുന്നത്. അപ്പോൾ നിക്കി 937 പോയിന്റ്സ് ഡൗൺ സൈഡിലും സ്ട്രേറ്റ് ടൈംസ് 37 പോയിന്റ് സബ്സൈഡ് ട്രേഡ് ചെയ്യുന്നു. ഹാങ്സങ് 29 പോയിന്റ് സബ്സൈഡ് ട്രേഡ് ചെയ്യുകയാണ്. തായ്വാൻ വെയിറ്റഡ് 343 പോയിന്റ് സബ്സൈഡ് ട്രേഡ് ചെയ്യുകയാണ്. സോ ഒരു മിക്സഡ് സിഗ്നലാണ് ഏഷ്യൻ മാർക്കറ്റ്സ് തരുന്നത്. ആൻഡ് എന്തായാലും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ഒരു 80 പോയിന്റ് സബ്സൈഡ് ട്രേഡ് ചെയ്യുന്നുണ്ട് ഗിഫ്റ്റ് നിഫ്റ്റി. അപ്പോൾ നമുക്കൊരു 50 to 70 പോയിന്റ്സ് ഗ്യാപ്പ് അപ്പ് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നിഫ്റ്റി ചാർട്ടിലേക്ക് നമുക്കൊന്ന് പോകേണ്ടതായിട്ടുണ്ട്. നിഫ്റ്റി നമ്മളിങ്ങനെ ലെവൽസൊക്കെ വരച്ചിരുന്നു. അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ചത്തെ ക്ലോസിങ്ങിനെ അതിജീവിച്ച് മാർക്കറ്റ് അപ്സൈഡ് പോയതായിട്ട് നമുക്കിവിടെ കാണാം അല്ലേ. നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ചത്തെ ക്ലോസിങ്ങിനെ മാർക്കറ്റ് നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റ് ചാർട്ടിൽ നമുക്ക് പോകാം. സോ നമ്മൾ ഇന്നലെ പ്രഡിക്റ്റ് ചെയ്ത പോലെ തന്നെ മാർക്കറ്റ് ഇവിടെ ആക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, നമ്മളിവിടെ വച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ബ്രേക്ക് ചെയ്യുന്നു, റീടെസ്റ്റ് ചെയ്യുന്നു, അപ്സൈഡ് പോകുന്നു. സോ മാർക്കറ്റ് അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ആൻഡ് അവിടെ നിന്നും 24,380 റേഞ്ചിൽ തന്നെ മാർക്കറ്റ് ഡിമാൻഡ് എടുത്തേക്കാണ്. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ 24,380 എന്നുള്ള ഈ ഏരിയയിൽ തന്നെ മാർക്കറ്റ് ഡിമാൻഡ് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പം നമ്മൾ എന്താണോ പ്രിഡിക്റ്റ് ചെയ്തത് അതുപോലെ തന്നെ മാർക്കറ്റിൽ ഇന്നലെ സംഭവിച്ചിട്ടുണ്ട്. സോ ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ടെക്നിക്കൽസ് വെച്ച് പഠിക്കുമ്പോഴത്തേക്ക് അതേപോലെ ആക്ട് ആയി എന്ന് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. സോ മാർക്കറ്റിൽ ഞാൻ തൽക്കാലം ലെവൽസ് മാറ്റുന്നില്ല കേട്ടോ. ഈ ലെവൽസ് ഞാൻ കീപ്പ് ചെയ്യണേ. കാര്യം ഇന്നലത്തത് അധികം നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് അത് റിയാക്ട് ചെയ്തത് കൊണ്ട് തന്നെ അപ്പോൾ ഇനി ഞാൻ ആ ലെവൽസ് കീപ്പ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം ഈ ഒരു ലെവലും കൂടെ മാർക്കറ്റിൽ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് അത്യാവശ്യം വളരെ സ്ട്രാറ്റജിക്കലി മാർക്കറ്റ് ഞാൻ ആക്ട് ചെയ്യുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടാണെന്ന് തോന്നുന്നു. അതായത് മാർക്കറ്റ് ലെവൽസിൽ നല്ല രീതിയിൽ ഇപ്പോൾ റിയാക്ഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ മൈനർ ലെവൽസ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻട്രാഡേ ലെവലിൽ ഞാൻ മൈനർ ലെവൽസ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുകയാണ്. അതായത് 24,480 എന്നുള്ളതും 24,540 എന്നുള്ളതും മാർക്കറ്റിൻ്റെ ഒരു ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. ഈ രണ്ട് സോൺസും ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. എബോവ് ദീസ് സോൺസ് 24,515 റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു 100 പോയിന്റ്സിൻ്റെ അപ്സൈഡ് ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഇത്രയും റേഞ്ച് 90 പോയിന്റ്സിൻ്റെ അപ്സൈഡ് മാർക്കറ്റിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് ഈ രണ്ട് മൈനർ റേഞ്ചിലും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ. ആൻഡ് മാർക്കറ്റ് പ്രതീക്ഷയ്ക്ക് വിപരീതമായി ഡൗൺ സൈഡ് വരുവാണെങ്കിൽ ഒന്ന് ഈ ലെവൽസിൽ മാർക്കറ്റ് റിയാക്ട് ചെയ്യാം. അതുമല്ലെങ്കിൽ ഈ മൈനർ ലെവലും കൂടെ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 24,288. അപ്പോൾ ഈ രണ്ട് ലെവൽസിൽ മാർക്കറ്റ് റിയാക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വ്യൂ എന്ന് പറയുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ന്യൂസസ് മാർക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിസിനസ് അപ്ഡേറ്റ്സ് വരുന്നതായും നമുക്ക് ടെലിഗ്രാം ചാനൽ നമ്മൾ ആക്റ്റീവായിട്ട് ഇടുന്നുണ്ട്. സോ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്ത ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. മാക്സിമം ബിസിനസ് അപ്ഡേറ്റ്സ് നമ്മൾ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലല്ല ഞാൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ന്യൂസസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എടുക്കുന്ന പേഴ്സണൽ സ്റ്റോക്സും എല്ലാം അപ്ഡേറ്റ് ചെയ്ത് ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. ഇപ്പോൾ ചെമ്പൽ ബ്രൂവറീസ് ആൻഡ് ഡിസ്റ്റിലറീസിൻ്റെ റിസൾട്ട് ഇന്ന് വരുന്നുണ്ട്. ടൈറ്റൻ കമ്പനിയുടെ Q1 ബിസിനസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഡൊമസ്റ്റിക് ബിസിനസ് 37% ഗ്രോ ചെയ്തിട്ടുണ്ട്. ഇന്റർനാഷണൽ ബിസിനസ് സർജ് ചെയ്തിട്ടുണ്ട്. കൺസ്യൂമർ ബിസിനസ്സും സർജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ന്യൂസ് ജ്വല്ലറി സെക്ടറിൽ നിന്ന് ഒരുപാട് നല്ല കമ്പനികളിൽ നിന്ന് ന്യൂസസ് വരുന്നുണ്ട്. സ്റ്റാൻഡ് അലോൺ റവന്യൂ ഗ്രോത്ത് 19% വന്നിട്ടുണ്ട് ട്രെൻഡിന്. ആൻഡ് കമ്പനി ആഡ് ഒരു വെസ്റ്റ് സൈഡിൻ്റെ സ്റ്റോർ ആൻഡ് സ്റ്റുഡിയോ സ്റ്റോഴ്സും ആഡ് ചെയ്തതായിട്ട് 19 സ്റ്റുഡിയോ സ്റ്റോഴ്സ് ആഡ് ചെയ്തതായിട്ട് ട്രെൻഡിൻ്റെ ഒരു ന്യൂസസ് വന്നിട്ടുണ്ട്. അപ്പം ആസ് ഓഫ് ജൂൺ 2026 വരേക്കും കമ്പനിയുടെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് 1,312 സ്റ്റോർ ട്രെൻഡിന് നിലവിലുണ്ട്. ആൻഡ് ജുബിലൻ ഫുഡ് വർക്ക്സിന്റെ കൺസോളിഡേറ്റഡ് റവന്യൂ ഗ്രോ ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡ് അലോൺ റവന്യൂ ഗ്രോ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ ന്യൂസസ് ഫ്ലോട്ട് ചെയ്യുന്നത് തന്നെ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല പോസിറ്റീവ് ഒരു ഇത് തരുന്നുണ്ട്. റൈറ്റ്സിന്റെ ഒരു ന്യൂസ് എന്ന് പറയുന്നത് $35.82 million ഓർഡർ റൈറ്റ്സിന് കിട്ടിയിട്ടുണ്ട് ഫ്രം വോളണ്ടിയേഴ്സ് അസറ്റ് ഫിനാൻസ് ലിമിറ്റഡിൽ നിന്നാണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ന്യൂസസ് ഫ്ലോട്ട് ചെയ്യുന്നുണ്ട് മാർക്കറ്റിൽ. അപ്പം എൻ്റെ ഫോക്കസിലുള്ള
സ്റ്റോക്സിൽ ഒന്ന് ATGLും കൂടെയാണ് കേട്ടോ. ഞാൻ നമ്മുടെ പബ്ലിക് ഗ്രൂപ്പിൽ അത് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ATGL ടൈറ്റ് പ്രൈസ് ആക്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മൂവ്മെന്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം. ATGL എന്തായാലും ഞാൻ ചെറിയ ക്വാണ്ടിറ്റി ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ATGL കുറച്ചധികം ദിവസമായിട്ട് ഒരു ടൈറ്റ് കൺസോൾട്ടേഷൻ ആണ്. അപ്പം മേ ബി ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിന് ശേഷമായിരിക്കാം ഒരു നല്ല മൂവ്മെന്റ് കിട്ടുക ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ATGL എൻ്റെ ഫോക്കസിൽ വെച്ചിട്ടുള്ള കാര്യം ഞാൻ എല്ലാവരും അറിയിക്കുകയാണ്. ഓക്കെ, നിങ്ങളും ATGLന്റെ പ്രൈസ് ആക്ഷൻ പഠിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുക. വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റോക്സ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. നമുക്കത് പഠിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ടിടാം. നമുക്ക് ആ സ്റ്റോക്സ് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. പിന്നെ നൈക്ക അത്യാവശ്യം നല്ല രീതിയിൽ മൂവ്മെൻറ്റ് കിട്ടിയിട്ട് ഞാൻ ഈ റേഞ്ചിൽ 230 റേഞ്ചിലാണ് ആഡ് ചെയ്തത്. അതൊക്കെ നമ്മുടെ പബ്ലിക് ഗ്രൂപ്പിലല്ല, നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ റേഞ്ചിലൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഞാൻ നൈക്ക എന്ന് പറഞ്ഞ സ്റ്റോക്ക്. ശേഷം SW സോളാർ, സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പം നിലവിൽ 245 റേഞ്ചിൽ ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ എബോവ് 250 260 ഫ്രഷ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ എന്ന് പറയുന്ന കമ്പനി. ഓക്കെ, അപ്പോൾ നാളെ നമുക്ക് പ്രീ മാർക്കറ്റ് സെഷനായിട്ട് വീണ്ടും വരാം. താങ്ക് യു.